വിത്ത് അപ്പോസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്ന ഒരു ക്രാഫ്റ്റ് ആണ്. ഈ ക്രാഫ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ വീട് പെയിന്റ് ചെയ്യുമ്പോൾ ആ പെയിന്റ് ചെയ്യാനുള്ള കളർ വാങ്ങിക്കില്ലേ, ആ കളർ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ബോട്ടിലാണ്. അപ്പം ഇത് നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആവുന്നതാണ്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലവ് കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ് പോട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളൊന്ന് പ്രസ് ചെയ്ത് അപ്പോൾ ഇനി ഉള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ വീട് പെയിൻറ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പെയിൻറ്റിൻ്റെ ആ ഒരു ബോട്ടിലാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഏഷ്യൻ പെയിൻറ്റ്സ് എന്ന കമ്പനിയുടെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ബോട്ടിൽ തുറക്കുമ്പോൾ കാണാൻ കഴിയും അതിൻ്റെ ആ അടപ്പ് ഭാഗത്ത് അതിൻ്റെ അകത്ത് 4 എഡ്ജിൽ 4 ഈ സ്റ്റാൻഡ് പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഇൻഡോർ പ്ലാന്റ് വയ്ക്കുന്ന ഈ ഒരു പോട്ടിൻ്റെ അടിയിൽ നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് വയ്ക്കാനാണ് പ്ലാൻ. അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പം ഇരിക്കണം. അപ്പോൾ അതിനു വേണ്ടി നമ്മളിതാ ഈ ഒരു ബോട്ടിലാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ കട്ട് ചെയ്യേണ്ട പോർഷൻ. അപ്പോൾ ഈ മാർക്ക് ചെയ്തതുപോലെ ഇത് മൊത്തം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അതേപോലെ ഈ തള്ളി നിൽക്കുന്ന ഒരു പോർഷൻ ഉണ്ട്, അതിൻ്റെ അവിടെ തള്ളി നിൽക്കുന്ന പോർഷത്തിൻ്റെ ആ മേൽഭാഗത്ത് അവിടെ മൊത്തം കട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മാർക്ക് ചെയ്ത് ഈ ഒരു പോർഷനും പിന്നെ അതിൻ്റെ മേളിലുള്ള ആ ഒരു പോർഷനും ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഇതൊന്ന് വച്ച് നോക്കാം. ഇപ്പോൾ ഇതൊന്ന് ഫിക്സ് ആയിട്ടിട്ടുണ്ട്. ഇപ്പം നല്ലൊരു ലുക്കും ഉണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ നമുക്കൊരു ലുക്ക് കിട്ടാനാണ് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വൈറ്റ് ബേസ് കോട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു പോർഷനും അതെല്ലാം നമ്മളൊന്ന് വൈറ്റ് പെയിൻറ് കൊണ്ട് ഫുള്ളാണ് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിപ്പം വയ്ക്കുമ്പം നല്ല രസമായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് ബ്ലാക്ക് ആക്രിലിക് പെയിൻറ് കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ അടിയിലെ സ്റ്റാൻഡ് ഫുള്ള് ബ്ലാക്ക് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല രസമുണ്ട് കാണാൻ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മാറ്റിക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പെയിൻറ്റിൻ്റെ ബോട്ടിൽ അതിലേക്ക് നമ്മൾ ബഡ്സ് വെച്ച് ഡോട്ട് ഇട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. അതിനുള്ള ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബഡ്സ് പല കളറ് ഡോട്ട് ഇട്ട് നമുക്ക് അതിൽ ഡിസൈൻ കൊടുക്കാം.
നമ്മളുടെ ഇൻഡോർ പ്ലാന്റ് പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഇൻഡോർ പ്ലാന്റ് പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കൂടെ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടണും പിന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തേക്കണം. അപ്പോൾ ഇനി എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ക്യാമറാമാൻ ഹർഷങ്കറിനൊപ്പം ആദ്യ ശങ്കർ സൈനിങ് ഔട്ട്.